കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തിനാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇവിടെ കാറ് വിറ്റ് ദിവസവും പോയി മോട്ടോർ സൈക്കിൾ ഇടിച്ച് ചത്തോണ്ടിരിക്കുന്ന ആൾക്കാരെ കവിഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടോ? ഇത് ഞാൻ വെറുതെ ഭൂതത്തിനെ പേടിപ്പിക്കുന്ന സ്ഥലമാണ്. ഇത് മനസ്സിലാക്കണം, കണ്ണിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിനെ പുകവലിയെ കുറിച്ചുമല്ല, കഞ്ചാവിനെ കുറിച്ച് പോലും അല്ല, കഞ്ചാവിനെ കുറിച്ച് പോലും അല്ല, MDMA കുറിച്ചാണ് പറയുന്നത്. വെറുതെ പേടിപ്പിക്കണം, ഭൂതത്തെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ. മോട്ടോർ സൈക്കിൾ അടിച്ച ആളുകൾ മരിക്കുന്നത് പോലെ MDMA അടിച്ചിട്ട് ചിലപ്പോ കുട്ടികൾ തച്ചല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഈ കെമിക്കൽ ഡ്രഗ്സ് പെട്ടെന്ന് ഒരു പെത്തടിനെ മയക്കുമരുന്നില്ലാതെ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? അപ്പൊ മൈത്രേയൻ പറയുന്നത് ഇതൊന്നും നിരോധിച്ചുകൂടാ. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ്. നമ്മൾ ശരിക്കും സ്കൂൾ ഘട്ടം മുതൽ സ്കൂൾ കരിക്കുലത്തെ ഓൾറെഡി കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് തിയറികൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്ത് കഞ്ചാവും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, കുട്ടികളൊക്കെ രാവിലെ അസംബ്ലി പിടിച്ചിട്ട് എങ്ങനെയാണ് കഞ്ചാവ് ഉപയോഗിക്കുക, ലാബിലൊക്കെ ലാബിൽ വേണമെങ്കിൽ അത് നേരിട്ട് കാണിച്ചു കൊടുക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ സെഷൻസും കൊടുക്കാം. അധ്യാപകർ കഞ്ചാവ് അടിച്ചിട്ട് എങ്ങനെ ഏറ്റവും ശരിക്കും ഈ മൈത്രേയൻ പറയുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല, അത് പ്രാവർത്തികമാക്കാൻ പെട്ടെന്ന് നടക്കണമെന്നില്ല. പക്ഷെ ആ പറയുന്ന ആശയങ്ങൾ നമുക്ക് എടുക്കാവുന്നതും ചർച്ചയ്ക്ക് എടുക്കാവുന്നതും ആലോചിക്കാവുന്നതുമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. ഒരു മതത്തിന്റെ യുക്തിയിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ മൈത്രേയൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലാവാൻ പോകില്ല. ഒരു സാധനം നിരോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം കൂടുമെന്നും അതിന്റെ കാശ് വർധന ഉണ്ടാവും എന്നുള്ളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കേട്ടെ. നമ്മുടെ നാട്ടിൽ ചൈനി ശംഭു കൂൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, മുന്നേ ഭയങ്കരമായിട്ട് കിട്ടുമായിരുന്നു, എല്ലാവരും ചുണ്ടിടയിൽ ഈ സാധനം വരുന്നു. ഇതിപ്പോ ഇല്ലെന്നാണ് നിങ്ങളുടെ വിചാരം? ആ സാധനത്തിന് പണ്ട് 10 രൂപ കണ്ടിട്ടായിരുന്നു തോന്നുന്നു, ഇപ്പൊ അതിന് 80-90 രൂപയ്ക്ക് പല സ്ഥലങ്ങളിൽ അത് വാങ്ങുന്നുണ്ട്. അത് പേഴ്സണലി വയ്ക്കുന്ന ആൾക്കാരെ എനിക്ക് ഇപ്പോഴും അറിയാം. നിങ്ങളുടെ എത്ര ഫ്രണ്ട്സിനെ വയ്ക്കുന്നുണ്ടായിരിക്കും. നിരോധിച്ച ലഹരി വസ്തുവാണെന്ന് ഇവിടെ കുറഞ്ഞ അതിവിടെ കൂടിയത്, അതിന്റെ വിലയും കൂടി. പണ്ട് അമേരിക്കയിൽ കള്ള് നിരോധിച്ചൊരു സമയം ഉണ്ടായിരുന്നു, പിന്നീട് അത് കൂടി മാഫിയസ് വരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ ഓപ്പൺ ആക്കി അതിനെ. പറയുന്നതിൽ കാര്യമുണ്ട്, ചുമ്മാ പുച്ഛിക്കാനുള്ളൊരു സംഭവം അല്ല അത്. ശരിക്കും നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് 4-5 ഒരാഴ്ചത്തേക്കുള്ള ചർച്ച മാത്രമാണ്, ഒരു പ്രശ്നം മാത്രം. ഇതിനൊരു സൊല്യൂഷനേ അല്ല ഇതൊന്നും. നിരോധിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അത് പോസിബിൾ ആണ്, എത്രത്തോളം നമുക്ക് നിരോധിക്കാൻ പറ്റും? ഇത് ഗവൺമെന്റും അവരുടെ അണ്ടറുള്ള ടീമുകളും ഈ മാഫിയസ് ഒന്നും അറിയാതെയാണ് ഇത് വരുന്നതെന്നും ഇങ്ങോട്ട് ഇറങ്ങുന്നതെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നിരോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റേഷ്യോ കൂടുകയേ ഉള്ളൂ എന്നാണ് മൈത്രേയൻ പറഞ്ഞതിന്റെ സാരം. പിന്നെ ഈ MDMA ഭയങ്കര മാരക സാധനമുണ്ട്, കഞ്ചാവും കള്ളും പോലും അല്ലാന്ന്. ഈ കള്ള് ലഹരിയാണ്, കള്ള് ലഹരി വസ്തു അല്ലെങ്കിൽ മയക്കുമരുന്നല്ലെന്ന് ആരാണ് പറഞ്ഞത്? കള്ള് ലഹരിയാണ്, മയക്കുമരുന്ന് പോലത്തെ മയക്കുന്ന സാധനം തന്നെ കള്ളും. ഞാൻ ഓരോ കാര്യം പറ്റേ LSD എന്ന് പറഞ്ഞ ഡ്രഗ് ഉണ്ടായിരുന്നു മുന്നേ. എന്റെ പ്ലസ് 2 കാലഘട്ടത്തിലൊക്കെ അതിവിടെ ഒരുപാട് കിട്ടുന്ന സാധനം, സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കാണാനില്ല, അത് വളരെ കുറവാണ്. ഇപ്പം MDMA ആണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇതൊക്കെ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ ഡ്രഗ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. ഓരോന്നിനും ഓരോ ബ്രൂട്ടാലിറ്റി റേറ്റ് ആണ്, ഡോസ്, ഡോസ്, അത് ലീതലാവുന്ന ഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സ്കൂളിൽ പിള്ളേരെ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ബോധവൽക്കരണം നമ്മൾ കൊടുക്കുന്നില്ല ഡ്രഗ്സിനെ പറ്റി. നമ്മൾ ഈ ഡ്രഗ് യൂസേജ്, ഡ്രഗ് എങ്ങനെ ഉപയോഗിക്കാൻ, ഡ്രഗ്സ് എന്താണെന്നൊക്കെ ഉള്ള അറിവ് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. അതൊരു നല്ലൊരു ആശയമല്ലേ? പാഠപുസ്തകത്തിൽ അത് വരണ മതം പഠിപ്പിക്കാമല്ലോ. അതിൽ പറയാനൊക്കെ നല്ല കാര്യങ്ങളാണ്, മതം പഠിപ്പിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അടിച്ചു കൊല്ലുന്ന വെട്ടിക്കൊല്ലുന്ന, പക്ഷെ അത് ന്യായീകരണങ്ങളുണ്ട്. അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന രീതി, ഡ്രഗ്സ് എന്താണെന്നും പിള്ളേരെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് തെറ്റ്, അത് പ്രശ്നം.